ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഖത്തറിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയം ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറും അതുപോലെ തന്നെ നമ്മളുടെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പെപ്പർ ചിക്കനിലേക്കുള്ള കാര്യങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസ്ഡ് തക്കാളിയും സബോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 കിലോ ചിക്കൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാനിവിടെ പെപ്പർ ചിക്കൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, ഒരു 1.5 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഇത് കുക്കാവില്ല. ഇനി നമുക്ക് വേറെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഓയിൽ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ സ്റ്റവിലേക്ക് വെക്കാം. ഇനി ഈ ഒരു ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നേരത്തെ ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ കുറച്ച് കുറവാണ്. ഇനി ഇതാ സബോള, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ഏകദേശം അങ്ങനെ ഫ്രൈ അല്ല വഴണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി വരണം. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് ഒന്ന് ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. എണ്ണയൊക്കെ ഇടുന്നിട്ട് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ, ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇതാ നന്നായിട്ട് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കനും ഏകദേശം ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കുക്കായി വന്നു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമെന്നാലും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 2-3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ഒന്ന് അരിപ്പയിലേക്ക് മാറ്റുകയാണ്. ഇനി നെയ്ച്ചോറ് ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നാൽ ഇതിലേക്ക് ആദ്യം തന്നെ ബദാം ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഉള്ളിയും ഒന്ന് പൊരിച്ചെടുക്കാം. ഈ നെയ്യിൽ കൂടെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ നെയ്യ് തികയില്ല. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് മുകളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ബദാം, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ഒന്ന് അടച്ച് മൂടി വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലെയിമിലിട്ട് വെക്കണം, ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. സാധാരണ പെപ്പർ ചിക്കൻ നമുക്ക് ഡ്രൈ ആയിട്ടല്ലേ കിട്ടുക, അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ചിക്കന് ഒരു പ്രത്യേക മണമാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ചിക്കൻ കറിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പീസ് എല്ലാവർക്കും